അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 9, 10 താസുആവും ആശൂറ നമ്മളിലേക്ക് കടന്നു വരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അന്ന് നമുക്ക് ചെല്ലാൻ പറ്റിയ മഹത്തായ ഒരു ദിക്ർ, നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാകുന്ന, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാകുന്ന ഒരുപാട് പേര് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഒറ്റപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെല്ലുന്നവർക്ക് നിങ്ങൾക്ക് നൽകുന്നതാണ്. ആശൂറ മുഹറം 10 അഥവാ 9, 10 ഒക്കെ നിങ്ങൾക്ക് ധാരാളം ചെല്ലാൻ പറ്റിയ മഹത്തായ ഒരു ദിക്റാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഇത്ര വെച്ച് ചെല്ലണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് വെച്ച് നിങ്ങൾ ചെല്ലി നോക്ക്, അല്ലാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. നല്ല രാവുകളാണ്, നല്ല ദിനങ്ങളാണ്. മുഹറം 9, 10 നല്ല മഹത്വമുള്ള ദിനങ്ങളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ചെറിയൊരു ദിക്റിനെ പറ്റിയാണ്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. നിങ്ങൾ ഏതെല്ലാം തൊടുന്നോ അതിലെല്ലാം അല്ലാഹു വിജയങ്ങൾ നൽകുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളവരെ അല്ലാഹു സമൂഹത്തിൽ തരം താഴ്ത്തുന്നതാണ്. നമ്മൾ വേദനിപ്പിക്കരുത്. നമ്മളെ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് അത് സമർപ്പിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു അവനെ അല്ലാഹു തരം താഴ്ത്തുന്നതാണ്. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10, മുഹറം 9, 10 വലിയ മഹത്വമുള്ള ദിനമാണ്. അപ്പൊ മുഹറം 9-നും 10-നും ഒക്കെ ചെല്ലാൻ പറ്റിയ നല്ല ഒരു ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് ഏത് വിഷമമുണ്ടെങ്കിലും, ഏത് ആവശ്യങ്ങൾ നിറവേറാനും, ഏത് പ്രയാസങ്ങൾ നീങ്ങിപ്പോകാനും ഈ മഹത്തായ ഇസ്മ നിങ്ങൾ ഒരു 500 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളെ എത്ര വലിയ ആവശ്യവും അല്ലാഹു നിറവേറ്റി തരും. പ്രത്യേകിച്ച് മുഹറം 10-ലെ വിശുദ്ധമായ താസുആ അഥവാ മുഹറം 9, ആശൂറ 10, ഈ 9, 10 ദിനങ്ങളിൽ 500 വട്ടം നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. എന്നാൽ അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ എത്ര വലുതാണെങ്കിലും നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. അപ്പൊ ആ ദിക്ർ ഏതാണ്? ഈ 500 പ്രാവശ്യം മുഹറം 9-നും 10-നും മഹത്തുക്കളായ ആലിമീങ്ങൾ പറയുന്നത് എന്താവശ്യമുള്ളട്ടെ നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. ചിലർ കടമുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലയിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, കച്ചവടം തുടങ്ങിയിട്ട് വിജയമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏത് വിഷമമായി കൊള്ളട്ടെ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. യാ ഖാഫിദ് യാ അല്ലാഹ്, യാ ഖാഫിദ് യാ അല്ലാഹ്, യാ ഖാഫിദ് യാ അല്ലാഹ്, യാ ഖാഫിദ് യാ അല്ലാഹ്, യാ ഖാഫിദ് യാ അല്ലാഹ് എന്ന് നിങ്ങൾ ഒരു 500 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ നല്ല ഇഖ്ലാസോടെ റബ്ബേ കാരുണ്യവാനായ അല്ലാഹ്, ഇന്ന് മഹത്തായ മുഹറം 9 ആണെങ്കിൽ 10 ആണ് റബ്ബേ, അല്ലാഹുവേ നിന്റെ ഈ ദിക്റിന് വലിയ മഹത്വമുണ്ട് അല്ലാഹ്, എന്റെ ഇന്ന ആവശ്യം നീ നിറവേറ്റി തരണേ അല്ലാഹ്. നിങ്ങൾ ദുആ ചെയ്ത് നോക്ക്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എത്ര വലിയ ആവശ്യമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായാൽ വിജയമുണ്ടാകാൻ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ ഈ ഇസ്മിനെ ചൊല്ലി അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. മുഹറം 10-നും 9-നും 10-നും ഒക്കെ ചെല്ലാൻ പറ്റിയ ഒരു ദിക്റാണ്. നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളിൽ ഈ സാധുവായി എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നതാണ്. ഇനി മുഹറം 9-ന്റെയും 10-ന്റെയും നിയ്യത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ ആ മുഹറം 9-ന്റെയും 10-ന്റെയും നിയ്യത്ത് ഒന്ന് പറഞ്ഞു തരണേ എന്ന്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യാഴാഴ്ചയാണ് മുഹറം 9 വരുന്നത് അല്ലേ? അപ്പോൾ ബുധനാഴ്ച രാത്രി നിയ്യത്ത് വെക്കുക. ഒന്നാമതായി മുഹറം 9-ന്റെ താസുആ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന് കരുതുക. അതുപോലെ തന്നെ രണ്ടാമതായി വ്യാഴാഴ്ചയാണ്, വ്യാഴാഴ്ച ഒരു നോമ്പുണ്ട്. വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ അതിനോട് ചേർക്കുക. അല്ലാഹു വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വിടുന്നു. ഇനി ആരെങ്കിലും റമളാൻ ഖളാ ഉണ്ടെങ്കിൽ ആ നോമ്പിനെ കൂടെ ചേർക്കുക. അപ്പോൾ ഒറ്റ നോമ്പിൽ 3 കൂലി കിട്ടുന്നതാണ്. അപ്പൊ
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഒരു നോമ്പിൽ തന്നെ 3 നോമ്പിന്റെ കൂലി അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ മുഹറം 10 അഥവാ ആശൂറ ദിനത്തിൽ തലേ ദിവസം രാത്രി നിയത്തി വെക്കുക, മുഹറം 10 ആശൂറ നോമ്പിന് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നാളെ പിടിച്ചുവിടുവാൻ ഞാൻ കരുതി. അതുപോലെ തന്നെ റമദാനിൽ ഖളായ നോമ്പിനെ നാളെ പിടിച്ചുവിടാൻ കരുതിയെന്ന് കൂടി ആ 10നോട് ചേർത്ത് നിങ്ങൾ നിയത്തി വെക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശൂറ മുഹറം 10 അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് പിടിച്ചു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ പഴയ ആൾക്കാർ മുഹറം 10 നോമ്പ് പിടിച്ചിരിക്കുകയാണ്. അന്ന് ജൂതന്മാരൊക്കെ മുഹറം 10 നോമ്പ് പിടിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്ന് നോമ്പ് പിടിക്കാൻ എന്താണ് കാരണമെന്ന്. അപ്പോൾ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, പ്രവാചകരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, മൂസാ നബിയെ ഫിർഔനിൽ നിന്നും അല്ലാഹു രക്ഷിച്ചത് മുഹറം 10നാണ്. അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്ന് നമ്മൾ നോമ്പെടുക്കുന്നത്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, നിങ്ങളെക്കാൾ മൂസാ നബിയോട് അടുപ്പം ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ഞങ്ങളും നോമ്പ് പിടിക്കും. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9നും മുഹറം 10നും ഞാൻ നോമ്പ് പിടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മുഹറം 9നും 10നും നമ്മൾ നോമ്പ് പിടിക്കുക. യൂതന്മാരോട് താരതമ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മുഹറം 10നാണ് അവർ പിടിച്ചത്, നമ്മൾ 9, 10 കൂടി നമ്മൾ പിടിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അപ്പോൾ ഈ 2 നോമ്പിനെ നമുക്ക് സുന്നത്താക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഈ മുഹറം 10 ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന ദിനമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിനത്തിൽ നിങ്ങൾ നോമ്പ് പിടിച്ച് ദുആ ചെയ്യണം. ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യുന്നതാണ്. അന്ന് നല്ല ദിവസമാണ് മുഅ്മിനീങ്ങളെ. എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം, കുടുംബക്കാരെ പോയി കാണണം, അതുപോലെ സ്നേഹബന്ധങ്ങൾ നിങ്ങൾ ഊട്ടിയുറപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. പടച്ചവനെ, നിങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെയും നിന്റെ മഹത്തായ ഇസ്മുകളുടെയും അല്ലാഹുവേ ളുടെയും മഹത്തായ ചർച്ചയാണ് റബ്ബേ നിങ്ങളോട് നടത്തിയത്. നീ ഇത് സ്വീകരിക്കണേ അല്ലാ. ഇതെല്ലാം ലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാ. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ولوالدينا ولمشايخنا رب ارحمهما كما ربونا صغارا. ارحم الراحمين يا الله. يا പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളൊക്കെ വിടണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്ത് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കാക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 9, 10 ഒക്കെ ഞങ്ങൾ നോമ്പെടുത്ത് ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.